സഹോദരിക്ക് പീരിയഡ്സിന്റെ സമയം ആ ഒരാഴ്ചക്കാലത്ത് അവൾ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ മൂഡ്സിംഗും ശാരീരികമായ വേദന അതിന് അല്ലാഹു തആല അവളുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും. ഗർഭകാലത്ത് അനുഭവിക്കുന്ന 9 മാസക്കാലത്തെ പ്രയാസങ്ങള് അല്ലാഹു അത് കാരണത്താൽ അവളുടെ ജീവിതത്തിലുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കും. അതിനെല്ലാം പുറമെ പ്രസവ വേദന, മരണസമാനമായ പ്രസവ വേദനയുണ്ടല്ലോ, ആ പ്രസവ വേദന അവൾ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടും പ്രയാസങ്ങളും കാരണത്താൽ അവളുടെ ജീവിതത്തിലെ വലിയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്നിട്ട് പെണ്ണിനോട് അല്ലാഹു പറയുകയാണ്, ഇദാ സല്ലത്ത് ഖംസഹാ, 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിച്ചോളൂ. പരിശുദ്ധ റമളാനായാൽ നോമ്പെടുത്തോളൂ. ഒരു കാരണവശാലും സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ യുക്തിവാദികളുടെ ആശയങ്ങൾ പേറി ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ ഭർത്താവിനോട് അനുസരണയുള്ള പെണ്ണായി കഴിഞ്ഞാൽ ഔറത്ത് മറച്ചു നടന്നാൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ സിദ്ദീഖ് തങ്ങളൊക്കെ കടന്നു പോകുന്നത് പോലെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 4 കാര്യം ചെയ്ത വളരെ ഈസിയായി പുഷ്പം പോലെ സഹോദരിമാർക്ക് സ്വർഗത്തിലെത്താം. 4 കാര്യം ചെയ്താൽ മതി. അവിടെ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് പറയുന്നില്ല, സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറയുന്നില്ല, ഹജ്ജിനെ കുറിച്ച് പറയുന്നില്ല, സകാത്തിനെ കുറിച്ച് പറയുന്നില്ല, വേറെ ഒരു നന്മയെ കുറിച്ചും പറയുന്നില്ല. 5 നേരം നിസ്കരിക്കുക, പരിശുദ്ധ റമളാനിൽ നോമ്പെടുക്കുക, ഭർത്താവിനോട് അനുസരണയുള്ളവളാവുക, ഔറത്ത് മറക്കുക. പുരുഷന്മാർക്കിതില്ല. 4 അല്ല 40 കാര്യം ചെയ്താലും പുരുഷന്മാർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഇസ്ലാമിൽ ഏറ്റവും ഈസിയായി സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. ഇസ്ലാമിൽ ഏറ്റവും എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. എന്റെ